ആക്രി സാധനങ്ങൾ കൊണ്ട് കാറും ബൈക്കും നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരീക്കോട് അങ്കണവാടിക്ക് സമീപത്തെ ഓട്ടോ ഡ്രൈവറായ തലക്കൽ ഷിബു ബീന ദമ്പതിമാരുടെ ഇളയ മകൻ ഏബൽ. പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏബൽ. ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ഞാൻ മടൽ വെച്ച JCB അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ 6ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞാൻ പപ്പയോട് പറഞ്ഞിട്ട് ആക്രിക്കടയിൽ നിന്നൊരു ബൈക്ക് എടുത്ത് ഞാൻ ഫുൾ അയച്ച് ക്ലീൻ ചെയ്ത് നന്നാക്കി ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങി. പിന്നെ 7ാം ക്ലാസ് എത്തിയപ്പോഴാണ് ഒരു കാറുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹം വന്നത്. അങ്ങനെ അടുത്തൊരു വീട്ടിൽ പോയിട്ട് ഒരു ബൈക്ക് വാങ്ങി. ആ ബൈക്കിൻ്റെ പാർട്സ് ആവശ്യമുള്ള പാർട്സ് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പാർട്സ് മൊത്തം ആക്രിക്കടയിൽ കൊണ്ട് വിറ്റിട്ട് ആ പൈസയ്ക്കാണ് ഇതിൻ്റെ ടയറൊക്കെ മേടിച്ചത്. അങ്ങനെ പിന്നെ ബിൽഡിങ്ങിന് സഹായിച്ച ഇവിടെ അടുത്തുള്ള ഒരു ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ടൈല് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാനിൻ്റെ മോട്ടർ ഉപയോഗിച്ചാണ് ഞാൻ ടൈല് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ പഴയ മിക്സി നന്നാക്കിയിട്ടുണ്ട്. പഴയ തേങ്ങ ചേർന്ന മെഷീൻ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന യമഹ FZൻ്റെ എഞ്ചിൻ വെച്ചാണ്. ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയതാണ്. പിന്നെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് മാരുതി സണ്ണിൻ്റെയാണ്. വീല് സ്കൂട്ടിയുടെയാണ് 4 പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറയുന്നത് ആൾട്ടോയുടെയാണ്. അത് ബൈക്കിൻ്റെ ബ്രേക്കിൻ്റെ ലിവർ വെച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ കമ്പി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ വാർപ്പ് കമ്പി ഒക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇരുചക്ര വാഹനത്തിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് ഏബൽ നിർമ്മിച്ച കാറിൽ വലിച്ചെറിഞ്ഞ കുടയുടെ പിടി ഗിയർ നോബായും വാർക്കക്കമ്പി ഷാസിയുടെ ഭാഗമായും മാറി. ഇത് എൻ്റെ മോൻ ഏബൽ ഷിബു ആണ്. ഇവന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ മടൽ കൊണ്ട് ഒരു JCB ഉണ്ടാക്കി. അപ്പോൾ JCB ഉണ്ടാക്കിയ ശേഷം അതിനുശേഷം വീട്ടിലെ കേടായ ടോർച്ച്, മിക്സി അങ്ങനെയുള്ള സാധനങ്ങൾ നന്നാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന് ഇലക്ട്രിക് പരമായൊരു താല്പര്യം കൊണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന് എന്നോട് പറഞ്ഞു 3ാം ക്ലാസ് എത്തുമ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. ആ സൈക്കിൾ മേടിച്ചു കൊടുത്ത ശേഷം അവന് അത് തന്നെയും റിപ്പയർ ചെയ്യുക, ഓരോ സാധനങ്ങൾ അഴിച്ചു റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇവൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് സൈക്കിളിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അത് ഇവൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ആ റിപ്പയർ കേടായ സാധനങ്ങൾ മാറ്റി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇവൻ എന്നോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ഉപയോഗശൂന്യമായ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാടാ കൊച്ചിനെന്തിനാ ഈ ഉപയോഗശൂന്യമായ ബൈക്ക്? നേരെ അവൻ എന്നോട് പറഞ്ഞു, ആ എൻജിനെക്കുറിച്ച് പഠിക്കാനും ആ എൻജിൻ റിപ്പയർ ചെയ്ത് എനിക്കൊരു ബൈക്ക് ഓടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് ആക്രി കടയിൽ ചെന്ന് ഉപയോഗശൂന്യമായ ഒരു ബൈക്ക് കൊണ്ടുവന്നു. ആ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇവൻ തന്നെ അത് അഴിച്ച് റിപ്പയർ ചെയ്ത് അതിൻ്റെ പോയ സാധനങ്ങൾ മേടിച്ചിട്ട് അത് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടിക്കാൻ തുടങ്ങിയ ശേഷം ഇതിലെ ഞങ്ങളുടെ വീടിൻ്റെ അതിൽ മുറ്റത്ത് കൂടി ഓടിക്കുമ്പോൾ നിഖിൽ, ജിൻഡോ എന്ന് പറഞ്ഞ 2 പേര് വന്നിട്ട് അവർ വീഡിയോ എടുത്തിട്ട് അത് വൈറലായി. ആ വൈറലായ ശേഷം ഇവനെ ഒത്തിരി ഞങ്ങളുടെ ഇവിടുത്തെ സംഘടനകൾ ആദരിക്കുകയും പിന്നെ മടമത്ത് വെച്ച് ആദരിച്ചപ്പോൾ മടമം പ്രവന വികാരി സജി മെത്താൻ ഇവനോട് ചോദിച്ചു, ഇനി അടുത്ത് തന്നെ ചോദിച്ചു. എന്നാൽ ഇവൻ പറഞ്ഞു, ഞാനൊരു 4 വീലുള്ളൊരു വണ്ടിയാക്കുമെന്ന്. അങ്ങനെ അടുത്ത ഈ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് അതേപോലെ മടമ സ്കൂളിൽ നിന്ന് അധ്യാപകർ വരികയും വേണ്ട പ്രോത്സാഹനമൊക്കെ കൊടുക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവനോട് കഴിഞ്ഞ വെക്കേഷൻ ടൈമിന് പറഞ്ഞു, എനിക്ക് ഒരു 4 വീല് വണ്ടി ഉണ്ടാക്കണം, എനിക്ക് ഒരു പഴയ ബൈക്കിൻ്റെ എഞ്ചിനും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉപയോഗശൂന്യമായ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരികയും അത് അവനെല്ലാം അഴിച്ച് എഞ്ചിൻ മാത്രം വെച്ച ശേഷം ബാക്കി സാധനങ്ങൾ ആക്രിക്കൾക്ക് കൊണ്ട് കൊടുത്തു. ആക്രിക്കൾക്ക് കൊണ്ടുവച്ച ശേഷം അവിടുന്ന് 4 സ്കൂട്ടിയുടെ വീല്, ഒരു സ്റ്റിയറിങ്, അതിനുശേഷം ബാക്കി സാധനങ്ങളെല്ലാം അവിടുന്ന് വാങ്ങി ഇവിടെ വന്ന് പൈപ്പ് വെച്ച് വെൽഡ് ചെയ്ത് ഇപ്പോൾ ഒരു 4 വീല് വണ്ടി ഉണ്ടാക്കിയവൻ. ചെറുപ്പം തൊട്ട് ഇവന് ചെറുപ്പം മുതലേ ഇങ്ങനെ വീട്ടിലെ ഒരു സാധനങ്ങൾ കയറാൻ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം വരുമ്പോൾ ഇവൻ വീട്ടിൽ സ്വിച്ച് ബോർഡ് അയച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് വെറുതെ സ്വിച്ച് ബോർഡ് അയക്കുന്നത്?
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ വയറ് പോയത്, ഈ സ്വിച്ച് ഇട്ടാൽ എങ്ങനെ ബൾബ് കത്തുന്നത്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇവൻ സ്വിച്ച് ബോർഡൊക്കെ അയച്ചു. പിന്നെ ഇവിടുത്തെ ബൾബ് മാറ്റിയിടുക, പിന്നെ അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം കണ്ട, അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം താല്പര്യം. അപ്പോൾ പിന്നെ എന്ത് ഇലക്ട്രിക് സാധനം കണ്ടാൽ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഒരു സാധനം കൊണ്ടുവന്നാൽ അത് അഴിച്ചിട്ട് അവന് റിപ്പയർ ചെയ്യണം. അത് പിന്നെ ശരിയായാൽ പോലും പിന്നെ ഒന്നും കൂടി അഴിക്കും. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണ്, അതിൻ്റെ ഉണ്ടാക്കിയ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാനുള്ള അതിയായ താല്പര്യം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഇവന് ഇലക്ട്രിക് പരമായിട്ടൊരു താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു 4 വീലർ ഓട്ടോ ഉണ്ട്, അതൊക്കെ ഇവൻ തന്നെ ഓടിക്കാൻ പഠിച്ചതാണ്. മെക്കാനിക് പരമായിട്ട് ഭയങ്കര താല്പര്യം വന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ഞങ്ങളൊരു അയലോക്കത്ത് ചേച്ചിയുടെ ഈ തേങ്ങ ചേണ്ടുന്ന മെഷീനുണ്ട്. ആ മെഷീൻ ചേച്ചി കടയിൽ കൊണ്ടുപോയിട്ട് നന്നാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇവൻ്റെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് ഇവൻ നന്നാക്കുന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞു, എടാ ഏബലെ എൻ്റെ വീട്ടിലുണ്ട് ഒരു തേങ്ങ ചേണ്ടുന്ന പഴയ മെഷീൻ, അത് നീ കൊണ്ടുപോയിക്കോ, എടുത്തുകൊണ്ട് വന്ന് ചേണ്ട നന്നാക്കാൻ പറ്റുമെന്ന് നന്നാക്കിക്കോ. അത് കൊണ്ടുവന്ന് അവൻ ഒരു 2 മണിക്കൂർ കൊണ്ട് അഴിച്ച് റിപ്പയർ ചെയ്ത് അത് തേങ്ങ ചിരണ്ടി ഞങ്ങളെ കാണിച്ചു. ഇപ്പോഴും കൊണ്ട് ആ മെഷീൻ കൂടി ഉണ്ട്, വീട്ടിലുണ്ട്. അത് ഞങ്ങൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് ബീനായ്ക്ക് ഉപയോഗിക്കാൻ പേടിയാണ്, അത് ഇതായതുകൊണ്ട് ഇവൻ തന്നെ ചിരണ്ടി തരുന്നേ അത്. അപ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ ചേട്ടൻ ഇങ്ങനെ മിക്സ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാണ് ഒഴിവ് സമയങ്ങളിൽ. ഇപ്പോൾ അടുത്ത വീട്ടിൽ ടി വിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവൻ പോയി നോക്കും, ശരിയാകാൻ പറ്റുന്നതാണെങ്കിൽ ശരിയാക്കും. ഇവനെ വിളിച്ചുകൊണ്ട് പോയിട്ട്. ഇത് ഞാൻ ഈ 4 വീലർ ഇങ്ങനെ ഓടിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഇതിലെ ഓടിക്കുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ബൈക്ക് ഞാൻ ആക്രിക്കടയിൽ നിന്നിട്ടപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല ആയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എൻജിൻ അയച്ച് ഫുൾ ക്ലീൻ ചെയ്ത്, പിന്നെ ഗിയർ ബോക്സിൻ്റെ അവിടെ തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഓയിൽ ഒഴിച്ച് സെറ്റാക്കി ഇപ്പോൾ സ്റ്റാർട്ടാകാൻ തുടങ്ങി. പൊതുവേ കാറിനോടൊക്കെ വളരെ ഇഷ്ടമാണ്, ബൈക്ക് അങ്ങനെ കുറേ ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വർക്കിംഗ് ചെയ്യുന്നത് അതൊക്കെ അറിയാൻ വേണ്ടി. ഞാനും എൻ്റെ സുഹൃത്താണ്. ഇവനെന്നും സ്കൂളിൽ വന്നാൽ ഇതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. എന്നും ഈ വണ്ടികളെക്കുറിച്ച് മാത്രമേ, നമ്മളിത് കേട്ട് കേട്ട് മടുക്കും, എന്നാലും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മളും അങ്ങനെ സപ്പോർട്ടാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് റൂട്ടിലോട്ടൊക്കെ നോക്കിയാൽ വണ്ടികളൊക്കെ പോകാറുണ്ട്. അന്നേരം ഇവൻ എല്ലാ വണ്ടികളുടെയും പേര് പറഞ്ഞ് നമ്മളോട് പറയും. നമുക്കിപ്പം എല്ലാ വണ്ടികളും അറിയത്തില്ലെങ്കിലും ഇവൻ എല്ലാ വണ്ടികളുടെ പേരും പറയാറുണ്ട്. ബൈക്ക് ഞാൻ ഉണ്ടാക്കുവാന്ന് വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് ഇവൻ ആക്രിക്കടയിൽ നിന്ന് എഞ്ചിനൊക്കെ മേടിച്ചു. ഇവൻ കുറച്ച് നാളുകളെടുത്താണ് ഇത് പണിഞ്ഞത്. അത് കുറച്ച് കഷ്ടപ്പാടെടുത്താണ് പണിഞ്ഞത്. ഇവൻ സൈക്കിളൊക്കെ നന്നാക്കുന്നുണ്ട്. എന്നാൽ കുറച്ചൊരു ശാസ്ത്രജ്ഞൻ്റെ കഴിവൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ അഭിമാനമുണ്ട്. നമ്മുടെ അയൽവക്കക്കാരനും കൂടെയാണ്. അപ്പോൾ നാട്ടിലെ എല്ലാവർക്കും തന്നെ സന്തോഷമാണ്. അപ്പോൾ അടുത്തൊരു മീഡിയം, ഒരു ആവറേജ് ഒരു മീഡിയമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ഇതിനോടാണ് താല്പര്യം. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് നിരവധി പുരസ്കാരങ്ങളും ഈ കുഞ്ഞുമിടുക്കനെ തേടിയെത്തിയിട്ടുണ്ട്. 3 കുട്ടികളാണ്. മൂത്തത് മോള്, രണ്ടാമത്തത് അജൽ, അവൻ മേലിനാട് സ്കൂളിൽ പിന്നെ SLC പഠിക്കുകയാണ്. ഇവൻ 3ാമത്തവൻ ഏവൽ. ഇവൻ കഴിഞ്ഞ വർഷം വരെ മടമ മേരിലാൻഡായിരുന്നു. ഇപ്പം പയ്യാവൂർ ഹട്ടർ സ്കൂളിലേക്ക് മാറി. സ്കൂൾ വിട്ട് വന്നാൽ തന്നെ ഇവന് പെട്ടെന്ന് ഡ്രസ്സങ്ങ് മാറി ടൂൾസ് എടുത്തു. ഇത് ചെയ്ത ഭാഗം തന്നെ ചെയ്യുക, അഴിക്കുക, ഇടുക, അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചായ കുടിക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും അമ്മ വഴക്ക് പറഞ്ഞ് പോലും അവൻ കഴിക്കുകയല്ല ചില സമയത്ത്. ഇവന് അത് അഴിച്ച് ഇട്ട് അത് ശരിയായാൽ മാത്രമേ പിന്നെ അവൻ വേറൊരു ഭാഗം ചിന്തിക്കൂ. ഇനിയിപ്പം പറയുന്നത് ഇവൻ സ്കൂട്ടിയുടെ എൻജിൻ കൊണ്ട് ഒരു ബൈക്ക് ഉണ്ടാക്കണം എന്നാണ് ഇവൻ്റെ അടുത്ത ആഗ്രഹം. അമ്മ വെച്ചാൽ അമ്മയൊക്കെ പഠിക്കുന്ന പറയാം, ഞാനടക്കം പഠിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നത് പിന്നെ പഠിക്കാം, ഞാൻ എൻ്റെ ഇതൊന്ന് ശരിയാക്കിയിട്ട് എൻ്റെ വണ്ടി ശരിയാക്കിയിട്ട് ഞാൻ പഠിക്കാമെന്നാണ് പറയുന്നത്. ഏത് വണ്ടിയുടെ പേരും ഇപ്പോൾ ടൗണിൽ ചെന്നാൽ ഇവൻ ഈ വണ്ടികളെയാണ് നോക്കുന്നത്, പുതിയ വണ്ടികൾ. അതിൻ്റെ പേരന്നേരം പറയും ഇവൻ. ഇപ്പം നമ്മളൊരു 2-3 വണ്ടി അടുപ്പിച്ച് കിടക്കുവാണെങ്കിൽ നമ്മളൊരു വണ്ടി മാറ്റിയിട്ടേ എടുക്കുള്ളൂ. ഇവനതല്ല, അവൻ അവിടുന്ന് ആ വണ്ടി മാറ്റാതെ അത് അവിടുന്ന് എടുക്കും, വേറെ വണ്ടിക്ക് തട്ടും മുട്ടും ചെയ്യാതെ. ഇപ്പോൾ എൻ്റെ ഈ 4 വീലർ ഓട്ടോയുടെ കംപ്ലൈൻ്റൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അവൻ അതിനെക്കുറിച്ച് പറയും, ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ കംപ്ലൈൻ്റാണ്, അതിൻ്റെ കംപ്ലൈൻ്റാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതേ രീതി ഇവന് എന്താ വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ കൊണ്ട് കഴിവിന് പറ്റുന്നതനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും.